നിങ്ങൾ കരുതുന്നത് പോലെ നമ്മുടെ ചാനൽ സ്പോർട്സ്, ഹെൽത്ത്, ഫിറ്റ്നസ്, ഫുട്ബോൾ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചാനൽ തന്നെയാണ്. എങ്കിലും UAE ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇവിടെയൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും ജോബ് സെർച്ചിന് വേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ ഇവിടേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പല കോഴ്സുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചില ജനറൽ ടിപ്സ് കൊടുക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ പഠിച്ചാണ്ട് കൃപകൊണ്ട് ഒരു തട്ടുമുട്ടില്ലാണ്ട് നമ്മൾ ദുബായ് കടപ്പുറത്തെത്തിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ജോബ് സെർച്ച് ചെയ്യുന്നവരോ GCCയിലൊക്കെ ജോബ് സെർച്ചിന് വേണ്ടി പോകാൻ പ്ലാനുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് സ്പോർട്സിനോടും ഹെൽത്തിനോടും ഫിറ്റ്നസ്സിനോടും അങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജോലി തിരഞ്ഞ് വിസിറ്റ് വിസയിലൊക്കെ വരുന്ന ആളുകൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ജോലി കിട്ടിയേക്കാം, ചിലപ്പോൾ ജോലി കിട്ടാതിരുന്നേക്കാം. അപ്പോൾ നിങ്ങൾ നാട്ടിൽ വെച്ചൊക്കെ വലിയ പാർട്ടിയൊക്കെ നടത്തിയിട്ട് 3 മാസത്തെ വിസിറ്റ് വിസ എടുത്ത് ഇങ്ങോട്ട് പോരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് പോയിട്ട് അവരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നാട്ടിലൊക്കെ പല ആളുകളുണ്ട്, നിങ്ങൾ ജോലിയൊന്നും കിട്ടാതെ തിരിച്ചു തന്നാലേ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ലല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പുറത്തൊരു മനുഷ്യരിതറിയരുത്, നാണക്കേടാ. നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ കത്തിൽ ഞാനതൊന്നും എഴുതാതിരുന്നത്. അത് നന്നായി. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. മാത്രമല്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഇൻ്റർവ്യൂ കിട്ടുമോ, അല്ലെങ്കിൽ പിന്നെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും തുടങ്ങിയിട്ടുള്ള നെർവസ് ആയിട്ടുള്ള പല ചിന്തകൾക്കും അത് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് പോഷൊന്നുമില്ലാതെ, ഒരുപാട് അലങ്കാരമൊന്നുമില്ലാതെ, വലിയ യാത്രയയപ്പുകളൊന്നുമില്ലാതെ, വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ ഒരു ട്രൈ എന്നുള്ള നിലയ്ക്ക്, ഒന്ന് ശ്രമിക്കാം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് വരിക. അത് നിങ്ങളെ മാനസികമായിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ 1, 2, 3 മാസത്തേക്കൊക്കെ ഇവിടെ ജോബ് സെർച്ചിന് വേണ്ടി വരുമ്പോൾ ഇത് നിങ്ങൾക്ക് കമ്പനികളുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരമായിട്ട് മാത്രം എടുക്കുക. അതിന് മുമ്പേ തന്നെ നിങ്ങളുടെ പ്ലാനുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജോബ് സെർച്ച് തുടങ്ങുക. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അവിടുന്ന് തന്നെ ഇവിടുത്തെ മേജർ കമ്പനികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ ജോബ് പോർട്ടലുകളിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ നല്ല CV നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക. 1, 2 മാസം മുമ്പേ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങുക. പിന്നെ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ 95% നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഓരോ ജോബ് പോർട്ടലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ദിസ് മച്ച് പെർസെൻറ്റേജ് കംപ്ലീറ്റഡ് എന്നുള്ളൊരു ബാർ ഉണ്ടാവും നിങ്ങളുടെ പ്രൊഫൈലിൽ. അപ്പോൾ അതിൽ ഒരു 95% എങ്കിലും കംപ്ലീറ്റ് ആക്കി വെക്കുക. എല്ലാ തരത്തിലുള്ള ഡാറ്റകളും നിങ്ങൾ അവിടെ എൻ്റർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ വിസിബിലിറ്റി കൂടുക. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ ഇവിടെ വന്നിട്ട് മീറ്റ് ചെയ്യേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മുടെ പഴയ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ അയൽപക്കക്കാർ, നാട്ടുകാർ, ഇവരൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നാട്ടിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് അയക്കുക. ഞാൻ ഇന്ന ദിവസം ഇവിടെ വരാൻ പോകുന്നുണ്ട്, ഇന്ന തരത്തിലുള്ള ഒരു ജോലിയാണ് ഞാൻ നോക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരോട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഏറെ സഹായകമാകും അത്തരം കാര്യങ്ങൾ കാലേ കൂട്ടി ചെയ്തു വെക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്, അവരോട് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടത്, പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് അവരോടൊന്ന് ചോദിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. കഴിയുമെങ്കിൽ കുറച്ച് പോക്കറ്റ് മണി കയ്യിൽ കരുതുക. ഇനി ഓപ്ഷനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് വാങ്ങാം. പക്ഷേ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു പോക്കറ്റ് മണി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതുക. അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എല്ലാ കാര്യത്തിനും ആളുകളോട് ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും കാണുന്ന ഒരു മിസ്റ്റേക്കാണ്, ആളുകൾ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്തിട്ട് അത് പകുതിയാകും, അല്ലെങ്കിൽ അവസാനം 1, 2 പേപ്പറൊക്കെ എഴുതിയെടുക്കാൻ ബാക്കിയാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് പോരും. അത് വലിയൊരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഡിഗ്രിയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഒരുപാട് സുഹൃത്തുക്കൾ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി 1, 2 പേപ്പറൊക്കെ മിസ്സാക്കിയിട്ട് അവരിങ്ങോട്ടേക്ക് കയറിപ്പോരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഡിഗ്രിയുടെ പേരിൽ അവർക്ക് ജോലി നഷ്ടപ്പെടും. അപ്പോൾ 2 മാസം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി. കംപ്ലീറ്റ് പേപ്പേഴ്സ് എഴുതിയെടുക്കുക. സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം എഴുതിയെടുത്തിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരാം. നമ്മുടെ ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്ലി ഗ്രോയിങ് ആണ്.
ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓരോ വർഷവും ഒരുപാട് ക്വാളിഫിക്കേഷൻസും സർട്ടിഫിക്കറ്റുമായിട്ട് ജോബ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ നിങ്ങൾ പുറന്തള്ളപ്പെട്ട് പോയേക്കാം. മാത്രമല്ല നിങ്ങൾക്കൊരു ജോലി കിട്ടി. ആ ജോലി കിട്ടിയിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പ്രൊമോഷൻ വേണം. ആ പ്രൊമോഷൻ കിട്ടാനും ചിലപ്പം ഇത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്കൊരു തടസ്സമായിട്ട് നിന്നേക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു കംപ്ലീറ്റ് പിക്ചറോട് കൂടിയിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരിക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ എന്ത് ജോലി കിട്ടിയാലും ഞാൻ ചെയ്യാം എന്നുള്ളൊരു ടെൻഡൻസിയോട് കൂടി ഇങ്ങോട്ട് വരരുത്. എപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പഠിച്ചിട്ടുള്ള മേഖലയിൽ തന്നെ പിന്നെ മാക്സിമം ട്രൈ ചെയ്തിട്ട് മാത്രം. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ സിറ്റുവേഷൻസ് ഒന്നും എല്ലാവർക്കും അറിയില്ല. അപ്പം ചിലപ്പോൾ നമുക്ക് ലൈഫിൽ എന്ത് ജോലി സ്വീകരിക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും തന്നെ നമ്മുടെ ആ പഠിച്ച ഫീൽഡ് തന്നെ ആയിരിക്കണം. ഇപ്പോൾ പിന്നെ ചില ആളുകളൊക്കെ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ എന്ത് ജോലി നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യും എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉത്തരമല്ല. ഒരു വളരെ കറക്റ്റായിട്ട് നമുക്ക് നല്ലൊരു വിഷൻ വേണം, നല്ലൊരു കാഴ്ചപ്പാട് വേണം നമ്മുടെ ഫീൽഡിനെ പറ്റി. എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്തു, എന്നിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടായിരുന്നു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്. Maybe we are poor, coolies, trolley pullers, but we are not beggars. That's not a problem. But നിങ്ങളെപ്പോഴും ഒരു ഫേം ആയിട്ടുള്ള ഒരു നന്നായിട്ടുള്ള ഒരു വിഷനോട് കൂടി തന്നെ ഇങ്ങോട്ടേക്ക് വരണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ബാച്ചിലർ റൂമുകളിലൊക്കെയാണ് വരുന്നത്. ഇവിടെ ഒരു റൂമിൽ പല തരത്തിലുള്ള പല ജോബുകൾ ചെയ്യുന്ന പല ഫാമിലിയിലും വരുന്ന പലതരം ആളുകളുണ്ടാകും. അപ്പോൾ ഇവരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആളുകളുമായിട്ട് ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടാതെയാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ആളുകളോട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന രീതിയിലേക്ക് വരിക. എസ്പെഷ്യലി കുറച്ചൊക്കെ പ്രായമായിട്ടുള്ള ആളുകൾ, അവർക്ക് അവരുടേതായിട്ടുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ആ ചിട്ടകളൊക്കെ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലാഷായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. വളരെ ഫ്രീ ആയിട്ട് ഒരു മൈൻഡോട് കൂടിയിട്ട് വരിക. കൂട്ടത്തിൽ ഈ ഭക്ഷണം പാകം ചെയ്യാനും റൂം ക്ലീൻ ചെയ്യാനൊക്കെ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും വേണം. നിങ്ങൾ ഒരുപാട് നല്ല രീതികളിൽ അവരിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തിരിച്ചും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ചാൻസുകളൊക്കെ മുതലാക്കിയെടുക്കുക. അപ്പോൾ പൊതുവേ ബാച്ചിലേഴ്സ് റൂമുകളിൽ നിന്നും കിട്ടുന്ന ഒരു പരാതിയാണ്. പലപ്പോഴും നിങ്ങൾ നേരിട്ട് പറയുന്നില്ലെങ്കിലും പരസ്പരം മറ്റുള്ള ആളുകളോട് പറയുന്നൊരു കാര്യമാണ്, അവന് മടിയനാണ്, അവനെപ്പോഴും ലാപ്ടോപ്പിലാണ്, കമ്പ്യൂട്ടറിലാണ്, അല്ലെങ്കിൽ പിന്നെ മൊബൈലുമായിട്ട് കളിച്ചിരിക്കുകയാണ്, ഒരു റൂം ക്ലീൻ ആക്കാനോ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം പാകം ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഒന്നും സഹായിക്കില്ല എന്ന് പറയാറുണ്ട്. അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ റൂമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യും. ഇനി അവസാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവിടെയൊക്കെ വരുന്ന കുട്ടികൾ പലരും ജോബ് സെർച്ചിന് വേണ്ടി വന്നിട്ട് റൂമുകളിൽ ഇരുന്നിട്ട് വെറും ഓൺലൈൻ അപ്ഡേറ്റിങ്ങും ഓൺലൈൻ ആപ്ലിക്കേഷനുമായിട്ട് മാത്രം ചടഞ്ഞുകൂടിയിരിക്കുന്ന ആളുകളെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ മാറ്റിയെടുക്കണം. റൂമിന് പുറത്തേക്ക് ഇറങ്ങണം, മാക്സിമം കണക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ആളുകളുമായിട്ടൊക്കെ വളരെയധികം കണക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ അതിലൂടെയാണ് നമുക്ക് ഓരോ വാതിലുകളും തുറന്നു കിട്ടുന്നത്. മാത്രമല്ല നിങ്ങൾ ബൈ പേഴ്സൺ ആയിട്ട് CV ഓരോ കമ്പനികളുടെയും ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്നതും വളരെ എഫക്റ്റീവാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് പല തിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ ചില കമ്പനികളൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ നിങ്ങളെ ഗൗനിക്കാതെ, ഗൗരവത്തിലെടുക്കാതെ, അല്ലെങ്കിൽ വളരെ അവഹേളിക്കുന്ന രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറിയേക്കാം. പക്ഷേ അത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തേ പറ്റൂ. പക്ഷേ എങ്കിലും പിന്നെ പല കമ്പനികളും, ഇപ്പോൾ എൻ്റെയൊക്കെ കമ്പനിയിൽ റിസപ്ഷനിൽ നിങ്ങൾ വന്നാൽ വളരെ നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറുകയും നിങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന റിസപ്ഷനിസ്റ്റാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ എന്നാൽ അതിന് വിപരീതമായിട്ട് മോശമായിട്ട് പെരുമാറുന്ന ആളുകളും ഉണ്ടായേക്കാം. ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബൈ പേഴ്സൺ ആയിട്ട് CV കൊണ്ടുപോയി കൊടുക്കുക. അത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ഓരോ ബിൽഡിങ്ങിലേക്കും പോകുമ്പോൾ നിങ്ങൾക്ക് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും. 2GIS എന്ന് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ, അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ആൻഡ്രോയിഡിലാണെങ്കിൽ നിങ്ങൾക്കത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓരോ ബിൽഡിങ്ങിലും ആ ബിൽഡിംഗ് അമർത്തി കഴിഞ്ഞാൽ അവിടെയുള്ള കമ്പനികളുടെ ലിസ്റ്റിംഗ് കിട്ടും. ആ ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈലിന് മാച്ച് ആയിട്ടുള്ള കമ്പനിയാണോ അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് CV കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു മാപ്പ് നിങ്ങളെപ്പോഴും ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഹയർ പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഓഫ്ലൈൻ മാപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നെറ്റില്ലെങ്കിലും അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വഴികൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജോബ് സെർച്ച് ചെയ്യുക. മേലനങ്ങിയിട്ട് 3 മാസം കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് പോരുക. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ജോബ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല,
നമ്മൾ നാട്ടിൽ പോയിട്ട് വീണ്ടും ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെ ട്രൈ ചെയ്യണം. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.